ഈ രണ്ട് സെന്റൻസുകൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആസ്ക് വാട്ട്സ് യുവർ ജോബ് എന്ന് ചോദിക്കുന്നത്, ഇറ്റ്സ് ലൈക്ക് എ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് ആൻഡ് ഇറ്റ്സ് വെരി ഫോർമൽ. അങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ചോദിക്കാറില്ല. സ്പോക്കൺ ഇംഗ്ലീഷ് ചോദിക്കാറ് വാട്ട് യു ഡു ഫോർ വർക്ക്, വാട്ട് യു ഡു ഫോർ വർക്ക്. ഓൾറൈറ്റ്, സോ വാട്ട് യു ഡു ഫോർ വർക്ക്. ഇനി അങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഇനി വാട്ട്സ് യുവർ ജോബ് എന്ന് ചോദിക്കുന്നത് അത് ഡയറക്റ്റ് ആണത്. നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഇറ്റ്സ് ഡയറക്റ്റ്. അപ്പോൾ ചില ആൾക്ക് ഇഷ്ടപ്പെടില്ല. സോ ഇൻസ്റ്റെഡ് യു കെൻ ആസ്ക് വാട്ട് യു ഡു ഫോർ വർക്ക്. ഓൾറൈറ്റ്, ആൻഡ് നിങ്ങൾ ഹോബി എന്നുള്ളതിന് വാട്ട്സ് യുവർ ഹോബി എന്നാണ് ചോദിക്കാറ്. ദാറ്റ്സ് ഹൈലി ഫോർമൽ. ആൻഡ് ഇൻഫോർമലി യു കെൻ ആസ്ക് വാട്ട് യു ഡു ഫോർ ഫൺ. വാട്ട് യു ഡു ഫോർ ഫൺ. വാട്ട് യു ഡു ഫോർ വർക്ക് എന്നതിന് പകരം വാട്ട് യു ഡു ഫോർ ലിവിങ്. നിങ്ങൾ ജീവിക്കാൻ എന്ത് ചെയ്യുന്നു. ഇത് പഠിച്ചെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വാട്ട് യു ഡു ഫോർ വർക്ക് എന്നുള്ളതും വാട്ട് യു ഡു ഫോർ ഫൺ എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യുക. ബിക്കോസ് യൂസിങ് ഇസ് ലേണിംഗ്. ഇത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഓൺലൈൻ കോഴ്സുകളാണ് നമ്മുടെ അടുത്തുള്ളത്. ഡെയിലി 30 to 40 മിനിറ്റ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായി എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ട്രസ്റ്റ് മീ, ഐ ക്യാൻ ഹെൽപ്പ് യു. ഓൾറൈറ്റ്, നമ്മുടെ കോഴ്സ് ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ലിങ്ക് ബയോയിലുണ്ട്. ആൻഡ് സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.